സംഗീതജ്ഞൻ രമേശ് നാരായണൻ ആസിഫ് അലി വിവാദത്തിൽ പ്രതികരണവുമായി നടനും സംവിധായകനുമായ ശ്രീകാന്ത് മുരളി. സോഷ്യൽ മീഡിയയിൽ വന്നൊരു പോസ്റ്റ് മറുപടി എന്നോണമാണ് ശ്രീകാന്ത് പോസ്റ്റ് പങ്കുവച്ചിരിക്കുന്നത്. ഈ സംഭവത്തിന് താൻ ദൃക്സാക്ഷിയാണെന്നും രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രമാണെന്നും ശ്രീകാന്ത് മുരളി പറഞ്ഞു. ഞാൻ ദൃക്സാക്ഷിയാണ്. അത് താങ്ങാവുന്നതിനും അപ്പുറമായിരുന്നു. ആസിഫ് അലിയുടെ സ്വതസിദ്ധമായ ചിരിയിൽ ഉരുകി ഇല്ലാതായത് പണ്ഡിറ്റ്ജിയോട് എനിക്കുണ്ടായിരുന്ന ബഹുമാനമാണ്. MT എന്ന ഇതിഹാസത്തിന്റെ മനസ്സിൽ വിരിഞ്ഞ കഥാപാത്രങ്ങളെ അഭ്രപാളിയിലേക്ക് സന്നിവേശിപ്പിച്ച ധാരാളം കലാകാരന്മാരുടെ മുന്നിൽ ഈ അല്പത്തം കാട്ടിയ രമേശ് നാരായണൻ എന്ന മുതിർന്ന സംഗീതജ്ഞനോട് സഹതാപം മാത്രം എന്നായിരുന്നു ശ്രീകാന്ത് മുരളിയുടെ വാക്കുകൾ. മലയാളത്തിന്റെ പ്രിയ കഥാകാരൻ MT വാസുദേവൻ നായരുടെ 9 കഥകളെ ആസ്പദമാക്കി ഒരുക്കിയ ആന്തോളജി ചിത്രം മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ചിനിടെയായിരുന്നു ആസിഫ് അലിയെ അപമാനിച്ച സംഭവം നടന്നത്. സ്വർഗം തുറക്കുന്ന സമയം എന്ന ചിത്രത്തിൽ സംഗീതമൊരുക്കിയ രമേശ് നാരായണനെ അനുമോദിക്കാൻ ആസിഫ് അലിയെ ക്ഷണിച്ചു. എന്നാൽ ആസിഫ് അലി പുരസ്കാരം നൽകിയത് ഇഷ്ടപ്പെടാത്ത രമേശ് സംവിധായകൻ ജയരാജനെ വിളിച്ച് പുരസ്കാരം വാങ്ങുകയായിരുന്നു. ഇതിന്റെ വീഡിയോകളും ഫോട്ടോകളും സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തു. രമേശ് നാരായണൻ ആസിഫ് അലിയെ അപമാനിച്ചതാണെന്ന് ഇവർ പറഞ്ഞു. പിന്നാലെ വിവാദങ്ങൾ പൊട്ടിപ്പുറപ്പെടുകയായിരുന്നു. സംഭവം വിവാദമായതിന് പിന്നാലെ തന്റെ ഭാഗം വിശദീകരിച്ച് രമേശ് നാരായണനും രംഗത്തെത്തി. താൻ ഏറെ ബഹുമാനിക്കുന്ന നടനാണ് ആസിഫ് അലിയെന്നും കരുതിക്കൂട്ടി അപമാനിച്ചതല്ല എന്നുമാണ് രമേശ് പറഞ്ഞത്.